എല്ലാവർക്കും സുഖമാണോ? ഉം? ഇന്ന് നമുക്ക് ഒരു തവളക്കുട്ടന്റെ കഥ കേൾക്കാം. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു തവളക്കുട്ടനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ചാടി ചാടി പോകുമ്പോൾ ഒരു കുളം കണ്ടു. നിറയെ വെള്ളമുള്ളതിനാൽ അതിൽ കുറച്ചുനേരം കളിക്കാം എന്ന് കരുതി തവളക്കുട്ടൻ ആ കുളത്തിലേക്ക് എടുത്തു ചാടി. അവൻ വെള്ളത്തിൽ ചാടി മറിഞ്ഞു കളിച്ചു. പെട്ടെന്ന് തവളക്കുട്ടൻ ചാടിയപ്പോൾ ആ കുളത്തിൽ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു. അവൻ ആ താമരപ്പൂവിനുള്ളിൽ വീണു. അത്ഭുത ശക്തിയുള്ള ഒരു മാന്ത്രിക താമരപ്പൂവ് ആയിരുന്നു അത്. തവളക്കുട്ടൻ താമരപ്പൂവിനുള്ളിൽ വീണപ്പോൾ താമരപ്പൂവിനുള്ളിലെ വെള്ളത്തെ തവളക്കുട്ടന് ശരീരം നനഞ്ഞു. പെട്ടെന്ന് അവന് എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നി. അവൻ നോക്കിയപ്പോൾ അതാ വളർന്നു വരുന്നു നല്ല ഭംഗിയുള്ള 2 ചിറകുകൾ. തവളക്കുട്ടൻ ആദ്യം പേടിച്ചു പോയെങ്കിലും ചിറകുകൾ കണ്ടപ്പോൾ അവന് കൗതുകമായി. അപ്പോൾ താമരപ്പൂവിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടു. തവളക്കുട്ടാ, ഈ ചിറകുപയോഗിച്ച് നീ അധികം ഉയരത്തിൽ പറക്കരുത്. ഉയരത്തിൽ പറന്നാൽ നിനക്ക് അപകടം സംഭവിക്കും. അതും പറഞ്ഞ് മാന്ത്രിക താമരപ്പൂ അപ്രത്യക്ഷമായി. അവൻ പതിയെ പറക്കാൻ ശ്രമിച്ച് ചിറകടിച്ചു. അപ്പോഴിതാ മുകളിലേക്ക് പറന്നു പറന്നു പോകുന്നു. അപ്പോൾ തവളക്കുട്ടന് വലിയ സന്തോഷമായി. അവൻ ശക്തിയായി ചിറകടിച്ചു. അങ്ങനെ തവളക്കുട്ടൻ ആകാശത്തേക്ക് പറന്നു പറന്നുപോയി. അപ്പോൾ അവൻ താഴെ ഭംഗിയുള്ള അവരുടെ നാടും അവിടുത്തെ മനോഹരങ്ങളായ കാഴ്ചകളും കണ്ടു. തവളക്കുട്ടൻ പറക്കുന്നത് കണ്ട് ബാക്കിയുള്ള തവളകളും കിളികളും പൂമ്പാറ്റകളും എല്ലാം അവനെ തന്നെ നോക്കി നിന്നു. അവന് വലിയ അഭിമാനം തോന്നി. അങ്ങനെ അവൻ പറക്കുന്നതിനിടയിൽ താഴെ ഒരു വെള്ളം വറ്റി വരണ്ട കുളത്തിൽ ഒരു മീൻ കിടന്ന് പിടയുന്നത് കണ്ടു. തവളക്കുട്ടന് പാവം തോന്നി. അവരുടെ താഴേക്ക് പറന്നു ചെന്ന് ആ പാവ മീനിനെ എടുത്തു. എന്നിട്ട് അവിടെയുള്ള ഒരു കുളത്തിൽ കൊണ്ടുവിട്ടു. മീനിന് വലിയ സന്തോഷമായി. തവളക്കുട്ടനും സന്തോഷമായി. അങ്ങനെ തവളക്കുട്ടൻ വീണ്ടും പറന്നു കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ പക്ഷികൾ അവനെക്കാളും മുകളിൽ പറക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ തവളക്കുട്ടൻ വിചാരിച്ചു, എങ്കിൽ പക്ഷികളുടെ കൂടെ പറക്കാം, കുറച്ചുകൂടി ഉയരത്തെ പോകാം എന്ന് കരുതി അവൻ വീണ്ടും കുറേ കൂടി ഉയരത്തിലേക്ക് പറന്നു. മറ്റു പക്ഷികളോടൊപ്പം അവൻ പറന്നു വരച്ചു. പക്ഷികളെല്ലാം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. തവളക്കുട്ടന് അഭിമാനം തോന്നി. കുറേ നേരം കളിച്ചപ്പോൾ അവൻ കണ്ടു, ദൂരെ അതിലും ഉയരത്തിൽ ഒരു പരുന്ത് പറക്കുന്നത് അവൻ കണ്ടു. താമരപ്പൂവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തവളക്കുട്ടൻ അപ്പോൾ ഓർത്തില്ല. തവളക്കുട്ടൻ അഹങ്കാരത്താൽ വീണ്ടും ഉയരത്തിലേക്ക് പറന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു മുകളിലേക്ക് പറക്കാനെങ്കിലും അവൻ പരുന്തിനൊപ്പം പറക്കാൻ വേണ്ടി അവൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ അവൻ പറന്ന് പരുന്തിനോടൊപ്പം എത്തി. നല്ല ശക്തിയുള്ള ചൂടായിരുന്നു അവിടെ. എങ്കിലും അവൻ അതെല്ലാം സഹിച്ചു. അവൻ പറന്നു. അവൻ താഴേക്ക് നോക്കി. താൻ ഏറ്റവും ഉയരത്തിലാണെന്ന് അവൻ കണ്ടു. അവന് അഭിമാനം തോന്നി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിചാരിച്ചു, കുറച്ചുകൂടി ഉയരത്തിൽ പറക്കാം. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ഞാനായിരിക്കും എന്ന് അഹങ്കാരത്തോടെ തവളക്കുട്ടൻ വിചാരിച്ചു. അവൻ കുറേ കൂടി മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചു. കുറേ കൂടി മുകളിലേക്ക് ചെന്നു. പക്ഷേ ശക്തിയായ ചൂട് കാരണം തവളക്കുട്ടന്റെ ചിറകെല്ലാം സൂര്യന്റെ ചൂടേറ്റ് കരിഞ്ഞുപോയി. ചിറകുകൾ കരിഞ്ഞുപോയ തവളക്കുട്ടൻ പറക്കാൻ കഴിയാതെ താഴേക്ക് വീണു. വീഴുന്നതിനിടയിൽ തവളക്കുട്ടൻ ഓർത്തു താമരപ്പൂ പറഞ്ഞിരുന്ന കാര്യം. തന്റെ മണ്ടത്തരം ഓർത്ത് അവൻ വിഷമിച്ചു. തവളക്കുട്ടൻ താഴേക്ക് വീണു. പക്ഷേ ഭാഗ്യത്തിന് തവളക്കുട്ടൻ ഒരു പുഴയിലാണ് വീണത്. വെള്ളത്തിൽ വീണതിനാൽ തവളക്കുട്ടൻ രക്ഷപ്പെട്ടു. അവൻ ഒരു കണക്കിന് പുഴയിൽ നിന്നും നീന്തി കരയിലെത്തി. തന്റെ അഹങ്കാരമോർത്ത് അവൻ ദുഃഖിച്ചു. എന്നിട്ട് തവളക്കുട്ടൻ പഴയതുപോലെ വീണ്ടും ചാടി 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 ദൂരേക്ക് പോയി. അപ്പോ കൂട്ടുകാരെ, തവളക്കുട്ടന്റെ അഹങ്കാരം കാരണം പറ്റിയ അപകടം കണ്ടോ? ഈ കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും കുഞ്ഞു കുഞ്ഞു കഥകളുമായി വീണ്ടും വരാം.